Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റിൻ്റെ പേര് അനലൈസിങ് ലിറ്ററേച്ചർ എന്നാണ്. എങ്ങനെയാണ് നമ്മൾ ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യുക? ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ലിറ്റററി ഫോംസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോളോയിങ് ആർ 3 ലിറ്റററി ടെക്സ്റ്റ് ബിലോങ്ങിങ് ടു 3 ലിറ്റററി ജോൺസ്: എസ്സേ, ഷോർട്ട് സ്റ്റോറി ആൻഡ് പോയട്രി. അപ്പോൾ നമ്മളിവിടെ 3 ജോണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ആണ്. ഈ എസ്സേ, ഷോർട്ട് സ്റ്റോറി ആൻഡ് പോയട്രി. അപ്പോൾ ഈ 3 തരം വർക്കുകളെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു എസ്സേ, അതുപോലെ തന്നെ ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു പോയട്രി, ഒരു പോയം, ഇവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. റീഡിംഗ് ദീസ് ടെക്സ്റ്റ് എനേബിൾസ് യു ടു അണ്ടർസ്റ്റാൻഡ് ദി അനലിറ്റിക്കൽ പാറ്റേൺസ് ഓഫ് ഡിഫറെൻറ്റ് ലിറ്റററി ഫോംസ്. ഈ 3 ടെക്സ്റ്റുകളെ വായിക്കുന്നതിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ലിറ്റററി ഫോംസിനെ എങ്ങനെ ഒരു അനലൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. അതായത് ഇവിടെ വരുന്ന 3 വർക്കുകൾ 3 തരത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനലിറ്റിക്കൽ പാറ്റേൺസ് ഓഫ് ഡിഫറെൻറ്റ് ലിറ്റററി ഫോംസ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ, അവയുടെ അനലിറ്റിക്കൽ പാറ്റേൺ, അവയെ അനലൈസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ശ്രദ്ധിക്കാം. ആസ് എ മോഡൽ ഓഫ് essay, APJ അബ്ദുൽ കലാംസ് ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ്. നമുക്കിവിടെ എസ്സേക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് മോഡലായിട്ട് എടുക്കുന്നത് വളരെ ഫേമസ് ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിൻ്റെ ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്നുള്ള പുസ്തകത്തിലെ ചാപ്റ്ററാണ് ദ ഡ്രീം ആൻഡ് ദി മെസ്സേജ്. അതായത് ചാപ്റ്റർ ഫസ്റ്റ് ഓഫ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. വളരെ ഫേമസ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. അപ്പോൾ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഏത്, ദ ഡ്രീം ആൻഡ് ദി മെസ്സേജ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇപ്പം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ദ ഓപ്പൺ വിൻഡോ. ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഹെക്ടർ ഹ്യൂ മുൻറോ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. നമ്മൾ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ HH മുൻറോയുടെ ദ ഓപ്പൺ വിൻഡോ. അതായത് ഈ വിൻഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രഞ്ച് വിൻഡോ ആണ്, തുറന്നിട്ടിരിക്കുന്ന വിൻഡോ. ഈസ് റെഡ് വിത്ത് എ വ്യൂ ടു ഫെമിലറൈസിങ് സ്റ്റുഡൻസ് ഹൗ ടു അപ്രോച്ച് എ ഷോർട്ട് സ്റ്റോറി. അതായത് ഇവിടെ ഒരു ഷോർട്ട് സ്റ്റോറിയെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് സ്റ്റുഡൻസിന് ലഭിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ദ റീഡിംഗ് ഓഫ് ഡാന്റേ ഗബ്രിയേൽ റോസറ്റീസ് ദി ബ്ലെസ്ഡ് ഡാമോസൽ ക്യാൻ പ്രൊവൈഡ് ഡയറക്ഷൻ ഫോർ സ്റ്റുഡൻസ് ടു അപ്രോച്ച് എ പോയം. ഒരു കവിതയെ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു കവിത എന്ന് പറയുമ്പോൾ ഒരു കവിതയെ അപ്രോച്ച് ചെയ്യേണ്ടത് കഥയിൽ നിന്നും അതുപോലെ തന്നെ എസ്സേയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ്. ഈ ഒരു ബോധം സ്റ്റുഡൻസിന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡാന്റേ ഗബ്രിയേൽ റോസറ്റിയുടെ ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിത നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ദ ഡ്രീം ആൻഡ് ദി മെസ്സേജ് എന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ ദ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ഫസ്റ്റ് നമുക്ക് കലാമിനെ ഒന്ന് പരിചയപ്പെടാം. അബൌട്ട് ദ ഓതർ. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് വൺ ഓഫ് ദി മോസ്റ്റ് അക്കംപ്ലിഷ്ഡ് സയൻറ്റിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അറിയപ്പെട്ട സയൻറ്റിസ്റ്റിൽ ഒരാളാണ് APJ അബ്ദുൽ കലാം.
as he was involved in the development and operationalization of India's strategic missiles. He was known as the Missile Man of India. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അത് ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. He played a key role in the creation of SLV-3, India's first satellite launch vehicle. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആയിട്ടുള്ള SLV-3യുടെ ക്രിയേഷനിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഫ്രം 2002 to 2007, Dr. Kalam held the coveted position of the President of India. 2002 മുതൽ 2007 വരെ ഇന്ത്യയിലെ ആരും ആഗ്രഹിക്കുന്ന ഉന്നത സ്ഥാനമായിട്ടുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന പദം അദ്ദേഹം അലങ്കരിച്ചു. He truly enjoyed interacting with kids and students. കുട്ടികളുമായിട്ടും വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുക എന്നുള്ളത് ശരിക്കും അദ്ദേഹം എൻജോയ് ചെയ്തിരുന്നു. He had written 15 books on various subjects. വ്യത്യസ്ത വിഷയങ്ങളിലായിട്ട് അദ്ദേഹം 15ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. Throughout the world, his books were translated into numerous languages. ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട്, പല രാജ്യങ്ങളിലായിട്ട്, പല ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, എ വിഷൻ ഫോർ ന്യൂ മില്ലേനിയം, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, അൺലീഷിംഗ് ദി പവർ വിത്തിൻ ഇന്ത്യ ആൻഡ് ടാർഗറ്റ് ആർ സം ഓഫ് ഹിസ് ബെസ്റ്റ് നോൺ ബുക്സ്. അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട പുസ്തകങ്ങളിൽ ചിലത് മാത്രമാണ് ഇവ. ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിനെ കുറിച്ചാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഈസ് വൺ ഓഫ് ദി മാഗ്നിഫിഷ്യന്റ് ബുക്സ് ഓതേർഡ് ബൈ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിൻ്റെ വളരെ മഹനീയമായിട്ടുള്ള അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ വളരെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ പ്രൗഢിയുള്ള ഒരു പുസ്തകമാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. The book offers a roadmap for moving the country forward and toward a magnificent future. നല്ല പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഭാവി ലഭിക്കുന്നതിന് നമ്മുടെ രാജ്യം എങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പ് കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റീഡേഴ്സ് ആർ മോട്ടിവേറ്റഡ് ടു വർക്ക് ടുവേർഡ്സ് creating a new and improved India, especially the young readers. ഈ പുസ്തകം വായിക്കുന്ന റീഡേഴ്സ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള റീഡേഴ്സ്, നല്ലൊരു ഇന്ത്യ, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യാൻ റീഡേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന പുസ്തകം. ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ്, ഈ പുസ്തകം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, ഈ പുസ്തകം അന്വേഷിക്കുന്നത് വൈ വി, എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയായി, അല്ലെ എന്തൊക്കെ ഉണ്ടായിട്ടും, ഹു ഹാസ് സോ ഒബ്വിയസ്ലി കാപ്പബിൾ ഓഫ് ബീയിങ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ലവരായിരിക്കാൻ നമുക്ക് കഴിവുള്ളവരാ, നമ്മളാണ് ബെസ്റ്റ്. ഫ്രീക്വന്റ്ലി സെറ്റിൽ ഫോർ ദ വേസ്റ്റ്, പക്ഷെ എന്നിട്ടും നമ്മൾ തുടർച്ചയായിട്ട് ഏറ്റവും നല്ലവരാവാൻ കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ ഏറ്റവും മോശപ്പെട്ടവരാകുന്നു. ഗിവൺ ഓൾ അവർ എബിലിറ്റീസ്, റിസോഴ്സസ് ആൻഡ് ടാലൻസ്, നമുക്കെല്ലാ കഴിവുകളും, എല്ലാ എബിലിറ്റീസും, എല്ലാ റിസോഴ്സസും, എല്ലാ ടാലൻസും എല്ലാം നമുക്കുണ്ടായിട്ടും, ഏറ്റവും മികച്ചവരാവാൻ അതിനുവേണ്ട എല്ലാ കഴിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ വേസ്റ്റ്, ഏറ്റവും മോശപ്പെട്ടവർ ആകുന്നു.
At the core of Ignited Minds is the conviction that Ignited Minds എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കോർ എന്ന് പറയുന്നത്, അതിന്റെ കാതൽ എന്ന് പറയുന്നത് ഈസ് ദ കൺവിക്ഷൻ. അതായത് നമ്മളിൽ വായിക്കുന്നവരിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ത് വിശ്വാസം? ദാറ്റ് എ നാഷൻ സിറ്റിസൺസ് ഹാവ് ദ എബിലിറ്റി ടു റിയലൈസ് ദെയർ ഡ്രീംസ്. ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് അവരുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും എന്ന വിശ്വാസം. ആ വിശ്വാസമാണ് കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ കോറ്. ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്നുള്ളത് കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ സമ്മറിയാണ്. APJ Abdul Kalam narrates an event in his life which appeared on 13th September 2001. അതായത് ഈ പുസ്തകത്തിൽ കലാം നരേറ്റ് ചെയ്യാണ്. എന്താണ് കലാം നരേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 സെപ്റ്റംബർ 30 തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം. എന്താണ് ആ സംഭവം? He was on his journey from Ranchi to Bokaro. Their helicopter crashed minutes before its landing. അദ്ദേഹം അല്ലെങ്കിൽ അവരുടെ ടീമല്ല അദ്ദേഹം റാഞ്ചിയിൽ നിന്നും ബൊക്കാറയിലേക്ക് പോകുമ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുൻപ് ഹെലികോപ്റ്റർ തകരുകയാണ്. All travelers had a miraculous escape. അത്ഭുതകരമായിട്ട് എല്ലാ യാത്രക്കാരും രക്ഷപ്പെട്ടു. Kalam went ahead with his scheduled program of interaction with students. വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുക എന്നുള്ള തൻ്റെ പ്രോഗ്രാം, മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമുമായിട്ട് കലാം മുൻപോട്ട് പോകുന്നു. അൺഫേസ്ഡ് ബൈ ദ ആക്സിഡന്റ്. ഈ ആക്സിഡന്റിന്റെ യാതൊരുവിധ ഭയമോ മറ്റോ ഒന്നും കൂടാതെ. As a suggestion from the doctors, Kalam takes tranquilizer to alleviate the shock of the accident. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഈ ആക്സിഡന്റിന്റെ ഷോക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി കലാം ട്രാങ്കുലൈസർ ഉപയോഗിക്കുന്നു. ട്രാങ്കുലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് ആണത്. ദിസ് യൂസ് ഓഫ് ഡ്രഗ്സ് മെയ്ഡ് ഹിം വേക്ക് അപ്പ് ലേറ്റ്. ഈ ഡ്രഗ്സ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വൈകി എണീക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. In his disturbed sleep, Kalam thinks about the reason for the division and violence among human beings. തൻ്റെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിൽ കലാം എന്തുകൊണ്ടാണ് മനുഷ്യര് അടിപിടി കൂടുന്നത്, മനുഷ്യർക്കിടയിലെ അക്രമത്തിൻ്റെ കാര്യം എന്താണ്, ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് കലാം ചിന്തിക്കുകയാണ്. He imagines a conversation between 5 people whom he admires. കലാം അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, അഡ്മയർ ചെയ്യുന്ന, പ്രശംസിക്കുന്ന, ആരാധിക്കുന്ന 5 വ്യക്തികളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ഒരു സംഭാഷണവും അദ്ദേഹം സങ്കല്പിക്കുന്നു. ഇൻ ദിസ് ഡ്രീം, അദ്ദേഹത്തിന് ഈ സ്വപ്നത്തിൽ ആരൊക്കെയാണ് 5 ആളുകൾ? He finds himself positioned in a desert surrounded by sand and the place is lit with the light of the moon. അദ്ദേഹം സ്വയം ഒരു മരുഭൂമിയിൽ, ഡെസേർട്ടിൽ അദ്ദേഹം ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ആ ഡെസേർട്ടിൽ ചന്ദ്രന്റെ പ്രകാശമുണ്ട്, തൻ്റെ ചുറ്റും മണലാണ്. The 5 men whom he imagines are, അദ്ദേഹം സംസാരിച്ചതായിട്ട് സങ്കല്പിക്കുന്ന 5 ആളുകൾ എന്ന് പറയുന്നത്
ഒന്ന് മഹാത്മാഗാന്ധി, ആൽബർട്ട് ഐൻസ്റ്റീൻ, എംപറർ അശോക ചക്രവർത്തി, എബ്രഹാം ലിങ്കൺ ആൻഡ് ഖലീഫ ഒമർ. ഇവരൊക്കെയാണ് ഈ 5 ആളുകൾ. മഹാത്മാഗാന്ധി ഉണ്ട്, ഐൻസ്റ്റീൻ ഉണ്ട്, അശോക ചക്രവർത്തി ഉണ്ട്, എബ്രഹാം ലിങ്കൺ ഉണ്ട്, ഉമർ ഖലീഫയുണ്ട്. Who stands as a circle and their clothes could be seen ruffling by the wind. ഇവര് 5 പേരും അദ്ദേഹത്തിന് ചുറ്റും ഒരു സർക്കിളായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല ആ സർക്കിളായിട്ട് നിൽക്കുമ്പോൾ ഇവരുടെ വസ്ത്രങ്ങൾ കാറ്റിൽ ഇളകിയാടുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇന്നത്തെ ക്ലാസ് അത്ര ഒരു ലെങ്തി വീഡിയോ ആയിട്ടില്ല, 15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമയുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചുമയുടെ ബുദ്ധിമുട്ട് കാരണം ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനി ചുമയൊന്ന് സെറ്റായിട്ട് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ പറയുന്ന പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.